അവനെ ഒരു വസ്തുവില്ല, ഒരുത്തരും തൊട്ടിട്ടില്ല എന്നർത്ഥത്തിനാണ് പറഞ്ഞിരിക്കുന്നത്. ഖുർആന്റെ നസ്സായ ഒരു പ്രയോഗമല്ല, ഖുർആന്റെ ലാഹിറായ ഒരു പ്രയോഗമല്ല, സാങ്കേതികമായി വ്യക്തമായോ കണിശമായോ പറഞ്ഞൊരു ഭാഗമല്ല. അങ്ങനെ ഒരു സംഭവമില്ല. പെണ്ണ് തൊടൂല്ല. അങ്ങനെ സ്ത്രീ പുരുഷനും ജിന്നുകളും പുരുഷന്മാരും തമ്മിൽ മനുഷ്യരും തമ്മിൽ കല്യാണം നടക്കൂല. മാത്രല്ല അവിടെ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിന്റെ ബേജാറ്, ഒരു മനുഷ്യ സ്ത്രീയെ പീഡിപ്പിക്കാന്ന് പറഞ്ഞാല് അതൊന്നുകിൽ ഓരോ ഇഷ്ടപ്രകാരമാവണം, അല്ലെങ്കിൽ ബലാത്സംഗമാവണം. കേട്ടിട്ട് കയ്യും കാലും ധരിക്കുന്നുണ്ടല്ലേ പറഞ്ഞിട്ട്. എനിക്ക് ഉദാഹരണം പറയാൻ വയ്യ, എന്തേന്ന് പേടിയാ. കാരണം എനിക്കെന്തെങ്കിലും വന്നാലും ഞാൻ സഹിക്കും. എന്റെ ഭാര്യയുടെ മാനത്തിന് അന്നേരല്ലേ ഓളത് തൊട്ട് നോക്കണ്ട ഒരുത്തൻ അപ്പറേ ഞാൻ എന്താണ് എന്നുള്ളത്. ശരി, അങ്ങനല്ലല്ലോ. അപ്പൊ സ്ത്രീയെ പീഡിപ്പിക്കുകയെ ഈ പാവ മുസ്ലിം പെണ്ണുങ്ങളൊക്കെ, മുസ്ലിം നല്ലപ്പോ വിഷയം, മറ്റു ജാതിക്കാർക്ക് ഈ വിഷയമല്ല. ഓർക്കൊരു അന്ധവിശ്വാസമാണ് ഇവിടേക്കെത്തിയില്ല, ദറജുണ്ട്. അങ്ങനെയാണ് നല്ല സാധനം കേടുന്നാലെ പറ്റ വൃത്തിയേടായ ഒരു വെടുക്കെത്തിയില്ല. ഒരു മുസ്ലിം സ്ത്രീയെ അവളറിയാതെ അവളെ സമ്മതം കൂടാതെ അദൃശ്യനായ ഒരു ശക്തി വന്ന് പീഡിപ്പിക്കുകയെ, എന്നിട്ട് അതിൽ കുഞ്ഞു പിറക്കുകയെ. സുബ്ഹാനല്ലാഹ്, ഇതേത് ദീനാണ്? ഏത് റസൂലാണ് ഇത് പറഞ്ഞത്? ഏത് ആയത്താ ഇത് പറഞ്ഞത്? ഈ പറയുന്നതിന്റെ ഗൗരവവും ആഴവും തിരിച്ചറിയേണ്ട മനുഷ്യൻ. ഇതിന് പേര് ദീനോ? ഈ പറയുന്നവൻ സലഫി ചിന്താഗതിക്കാരനോ? ഇതാണോ തൗഹീദ് പഠിപ്പിക്കുന്ന അധ്യാപനം? തീർന്നില്ല. ഞാൻ പൊറുക്കണങ്ങൾ ക്ഷമിക്കുക. ഞാനും എന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഒരു ദിക്റെല്ലാം പറഞ്ഞു, അത് ചെല്ലാൻ മറന്നാൽ മൂപ്പരിതിൽ പങ്കാളിയാവുന്നോ? റബ്ബുൽ ആലമീനായ തമ്പുരാനെ എന്തായി കേൾക്കണത്? എന്റെയും എന്റെ ഭാര്യയുടെയും സമ്മതവും അനുവാദവും ഇല്ലാതെ ഞാനൊരു ദിക്ർ ചെല്ലാൻ മറന്നതുകൊണ്ട് മാത്രം ജിന്ന് എന്റെ ഭാര്യയെ പീഡിപ്പിക്കുന്നുവെന്നോ എന്നോടൊപ്പം? ഇതാണ് ഇസ്ലാം, ഇതാ നബി പഠിപ്പിച്ച ദീൻ, ഇതിന്റെ പേരാ ഇസ്ലാം, ഇതാ ഖുർആൻ. കാട്ടുജാതിക്കാർ പോലും ഇത്തരം അന്ധവിശ്വാസം പറയില്ല. തീർന്നില്ല വായതിന്റെ ബാക്കി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന പലരും സങ്കരവർഗാണല്ലോ, ജിന്ന് കുട്ടിയോട് നടക്കുന്നുണ്ടല്ലോ ഇവിടൊക്കെ. അവനാനെ പറ്റി പറഞ്ഞാൽ മനസ്സിലാക്ക, നാട്ടുകാരെ പറ്റി പറയരുത്. ഞങ്ങളാരും ജിന്നിന്റെ സങ്കരവർഗമല്ല. ഞങ്ങളാരും ഞങ്ങളുടെ ബാപ്പാനോട് ചോദിച്ചില്ല നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്ത് ദിക്ർ ചൊല്ലിയിട്ടാണോ, ഇല്ലെങ്കിൽ ഞാൻ ജിന്നിന്റെ കുട്ടിയാവണല്ലോ. അപ്പൊ നമ്മളൊക്കെ ഒരു ബാധ്യത എന്നാൽ ബാപ്പാനോട് ചോദിക്കണം, ബാപ്പ ഒരു കാര്യം അറിയേണ്ടിരുന്നേ എന്തേ, അല്ല നിങ്ങളത് ചൊല്ലിയിരുന്നോ? ഏതാണ് മോനെ? അതെ, അത്രയല്ലേ ബാപ്പാനോട് പറയാൻ പറ്റുള്ളൂ. എന്താണ് മോനെ ബേജാറ്? അതാണെങ്കിൽ ഞങ്ങളുടെ കുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ പാതിയെങ്കിലും ജിന്നിന്റെ കുട്ടിയല്ല ബാപ്പ.